അതെ ഓ ഓഫ് റോഡ് നല്ല ഓഫ് റോഡ് ഇതൊക്കെ ടാറിട്ട റോട്ടിൽ കൂടെ. ഈ ചിറ്റ ഇത്ര നേരം വന്നത് ഓഫ് റോഡാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ തൊലിയോ? തൊലി നമ്മൾ തിന്നുവോ? ഇതൊരു കുളിസീനാണ് കാണാൻ പോകുന്നത്. നമ്മള് ബോണ്ട ഉണ്ടാക്കാൻ പോകും. അത് വേറെ പരമ്പരാഗതമായ രീതിയിലുള്ള നാടൻ ബോണ്ട. ഓക്കെ, പഞ്ചസാര ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇടും. കുറച്ച് പാളയം കൂടെ ഒരു സ്മെല്ല് ഒരു ഇത് ഫ്ലവർ അത് കൂടെ വരും. പിന്നെ 2 നാടൻ മുട്ട മുട്ട എടുത്തിട്ട് അവനെ അതൊരു ഇതിന് വേണ്ടി നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അങ്ങനെ 3 മുട്ട. ഇത് എത്ര ബോണ്ട ഉണ്ടാക്കാൻ പറ്റും നമുക്ക്? ഇത്രയും ഏതാണ്ട് ഒരു 60 2.5 കിലോ മാവ് മാവിന്. അതായത് 40 1 കിലോയ്ക്ക് 25. ഓ 1 കിലോക്ക് 25 ബോണ്ട കിട്ടും നമുക്ക്. കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കി ചൂടുവെള്ളത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഈസ്റ്റ് ഇട്ടണ്ട കല്ല് പോലെ വേണം ഈസ്റ്റ് കുടിക്കാം. ഞാൻ പറഞ്ഞാലും കുടിച്ചിട്ടില്ല, ചുമ്മാ പറഞ്ഞതാണ്. ചുമ്മാ ഇനി നമുക്ക് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഞാനിപ്പോ ചേർക്കാൻ പോകുന്നത് ജീരകം. ജീരകം ഏലക്ക ചേർക്കും ഇതിനകത്ത്. ഏലക്ക ചേർക്കാം. ഈ സാധാരണ ആൾക്കാർ ജീരകം ഏലക്ക എല്ലാം കൂടെ ചേർക്കാം. അതിനപ്പോ ഇതിന്റെ ടേസ്റ്റ് ജീരം ചേർക്കണം. ഞാൻ സാധാരണ ചേർക്കും. ജീരം ചേർക്കാൻ ജീരകമില്ല. അല്ല ജീരം ഒഴിവാക്കി ഏലക്ക വേണം, ഏലക്ക അപ്പൊ ഇനി ഇത്ര ആയല്ലോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാവ് കൂടെ മൈദ മാവ്. മൈദ ഇതാണ് ഈസ്റ്റ്. 1 കിലോയ്ക്ക് ഒരു 1/4 സ്പൂൺ ഇടാം. അത്ര മതി. കൂടുതലായാൽ ഇതിന്റെ ടേസ്റ്റ് ഇത്രമാത്രം ചുവപ്പ് കളർ കുറഞ്ഞ പുളിച്ചു വരണം. എന്നിട്ട് നമ്മൾ ഇതാണോ കുഴച്ച് മാറ്റി വെക്കുന്നത്? ഇത് കുറച്ചൊക്കെ മാറ്റി വെക്കും. 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പൊങ്ങി വരുവോ? അല്ല, ഇപ്പൊ നമ്മള് എണ്ണക്കകത്തിട്ട് അതേപടി കല്ലുണ്ട പോലെ. അത് നമുക്ക് 4 മണിയാകുമ്പോ വന്ന് നോക്കാം അല്ലേ? അന്ന് നമുക്ക് അവിടെ വീഡിയോ എടുക്കാം. അങ്ങനെ ഇടുക. ഞാൻ കുഴക്കാൻ പരുവത്തിന് പാത്രത്തിലോട്ട് വേറെ പാത്രത്തേക്ക് മാറ്റിയാണോ അടച്ചു വെക്കുന്നത്? അപ്പൊ ഇതാണ് അതിന്റെ മിക്സിങ്. ഇനി നമുക്കിത് വൈകുന്നേരം വന്ന് നോക്കാം. അതെ, എണ്ണയ്ക്കകത്തിടാം. നമ്മൾ അങ്ങനെ ഓഫ് റോഡിന് പോവാൻ പോവാണ്. എങ്ങനെയുണ്ട്? എന്താ എല്ലാവരുടെ അഭിപ്രായം? ഇത് പറഞ്ഞപ്പോ ജീപ്പ് നീങ്ങുന്നുണ്ട്. അതെ, വളരെ നല്ല അഭിപ്രായമാണ്. തുടങ്ങിയേക്കാം. നമ്മള് വാഗമണിന്റെ അവിടെ വ്യൂ പോയിന്റ് കാണാൻ പോവാം. ഈ ചിറ്റ ഇത്ര നേരം വന്നത് ഓഫ് റോഡാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ
അതെ ഓ ഓഫ് റോഡ് നല്ല ഓഫ് റോഡ് ഇതൊക്കെ കാറിട്ട റോട്ടിൽ കൂടെ. അങ്ങനെ ഇത് എൻഡ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓഫ് റോഡിങ്ങിന് വന്ന് ഞങ്ങൾ ഇവിടെ വ്യൂ പോയിന്റിലെത്തി. അയ്യോ ഇതിന്റെ മുന്നേ അടിപൊളിയായി. ഞാൻ മുന്നേ ഓഫ് റോഡിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു ഇതാണ് ശരിക്കും ഓഫ് റോഡ്. റോഡേ ഇല്ല, കുറെ കല്ലും പാറയും മാത്രം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മയും ചിറ്റിയൊക്കെ അവിടെ കിടന്ന് അയ്യോ പെടലി തല എന്നൊക്കെ പറഞ്ഞ് കാറുന്നുണ്ടായി. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ 2 ജീപ്പിനാണ് വന്നേ. അയ്യോ ഭയങ്കര കിടലിനായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ വിഷ്വല് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ കുലുങ്ങുന്നോണ്ട് നമുക്കൊന്നും എടുക്കാനും പറയാനും ഒന്നുള്ള സമയവും സാഹചര്യം അതിൻ്റെ അകത്തില്ല. പക്ഷെ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമ്മളിപ്പോ ഇവിടെ വന്ന് വാഗമൺ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി എന്തോ തേയിലത്തോട്ടമൊക്കെ കാണാനോ അങ്ങനത്തെ എന്താണ്ടൊക്കെ പരിപാടിയുണ്ട്. പക്ഷെ നമ്മുടെ ഓഫ് റോഡിങ് ഇവിടം കൊണ്ട് അവസാനിച്ചു. അത്രയും കിടലിനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട്, ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛൻ നിൽക്കുന്നുണ്ട്. അച്ഛനും പേടി എങ്ങനെയൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ എന്നെ ഇന്ന് വൈകുന്നേരം ആകുമ്പോ ഒന്നും കൂടെ ഇവിടെ കൊണ്ടുവരണം. അപ്പം അച്ഛൻ പറഞ്ഞു ഇതൊക്കെ റിസ്ക് അല്ലേ, വേണോ എന്നൊക്കെ ചോദിച്ച് പോകുന്ന പോക്കാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ അടുത്ത വ്ളോഗിൽ കാണും. ടാറ്റാ ബൈ, സീ യു.
ഇതാണ് നമ്മുടെ അമ്മാവന്റെ ചായക്കട. നമ്മൾ ഓഫ് റോഡ് ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ നമ്മൾ രാവിലെ അരച്ചിട്ട് ആ ബോണ്ടയുടെ മാവില്ല, അത് പുളിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം, പിന്നെ ചായ കുടിക്കണം. ഞങ്ങൾ രാവിലെ പോയതാണെങ്കിലും സംഭവം ഇപ്പൊ വൈകുന്നേരമായി. ഉച്ചയ്ക്കത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. അത് ഇനി പോയിട്ട് വേണം നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് എന്നാക്കിയാ നമ്മൾ ഉണ്ടാക്കുന്നേ അമ്മാവാ? പരിപ്പുവട, പഴംപൊരി, ബോണ്ട, അത്രയും. ഇന്ന് അത്രയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി, അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. വായോ കാണിച്ചു തരാം. അപ്പൊ തൊലിയോ? തൊലി നമ്മൾ തിന്നുവോ? ഇല്ല, എന്നിട്ട് ഇന്നലെ തിന്നില്ലല്ലോ. ഇല്ല, കണ്ടാ അമ്മ ഓരോന്ന് എടുക്കണം എന്നാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ എടുക്കാൻ പാടില്ലേ. നമ്മളിത് കളയാ. ഇന്നത്തെ ഏത്തക്കാപ്പം ഞാനാ ഉണ്ടാക്കുന്നേ, ആരും കേക്കണ്ട. നോക്കി നിന്ന് ഞാൻ പോയി കഴിക്കാം. അമ്മാവൻ ഉണ്ടാക്കിയതാ. സൂപ്പർ പോണ്ട അല്ലേ? ചെന്നിരിക്കുന്ന നല്ല ഇഷ്ടപ്പെട്ട, നല്ല മുരിഞ്ഞു. അത് സാധാ പോണ്ട ഇതിന്റെ അകം ഒരു ബ്രൗൺ കളർ ഇരിക്കും, അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇത് വെള്ള. അത് അമ്മാവനോടും ചോദിച്ചു നോക്കാം, വരൂ. അമ്മ ചില കടയിൽ നിന്ന് കിട്ടുന്ന ബോണ്ടയില്ലേ, അകത്ത് വേറൊരു കളറിലിരിക്കും. അതെന്നാ കാരണം? അല്ല, അവര് ഗോതമ്പ് ഇടുന്നോണ്ടാണോ? അത് കൊള്ളത്തില്ല, ഒരു കട്ടിക്ക് വേറൊരു കളറ്. അത് മാവ് നല്ലതല്ലാത്തോണ്ടാ. അപ്പൊ നമ്മള് ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു, ഏത്തക്കാപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി വെസ്പിന്റെ വിളി വന്നതുകൊണ്ട് നമുക്കിനി ഒരുപാട് പ്ലാനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് പോവാൻ സമയം. അത് മാത്രല്ല കിടിലം ബോണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ചെലവുണ്ട്. ഞാൻ നോക്കി നിന്ന് ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല ചെലവുണ്ട് സത്യമായിട്ടും. ഞങ്ങൾക്ക് തന്നെ തിന്നാൻ തികയുന്നില്ല ബോണ്ട. അവിടെ നോക്ക്, രണ്ടുപേരിടുന്ന് തിന്നലാ. അപ്പൊ ഇനി ഇതുണ്ടാക്കി കഴിയണം. പിന്നെ പരിപ്പുവട നമ്മള് ചോറുണ്ടിട്ട് വരുമ്പത്തേക്കും ആവും. അപ്പൊ നമുക്ക് വന്ന് തിന്നാം. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്ര ഉള്ളു. അമ്മാവ് ഒരു ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റാ. ടാറ്റാ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മീൻകളം. ഇവിടെ ഇത്രയും ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നത് നമ്മൾ ഇവിടെ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാ അതിന് താമസിപ്പിക്കണ്ടോ, നോക്കിക്കോ. അതിന്റെ അകത്ത് എത്ര കിലോ കുട്ടൻ ചേട്ടാ ഈ മീൻ എത്ര കിലോ? 3 മുതൽ 5 കിലോ വരെ പ്രായം തൂക്കം കാണും ഇതിന്. അതോ 2 മീൻ, ഇത്ര പെട്ടെന്നോ?
നമ്മൾ ഇവിടെ ചേട്ടന്മാരുടെ അടുത്ത് ഫിഷ് ഒക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാ പോകുന്നേ? എവിടെയാ? ആറ്റിൽ പോവാ. ഉത്ഭവ സ്ഥാനങ്ങളിലേക്ക് പോവാണ് ചാടാൻ. യശോദേ എന്ന് പറഞ്ഞൊരു ചാട്ടമുണ്ട് നമ്മള്. താങ്കൾ വരുന്നില്ല? കുളിച്ചതൊരു തെറ്റാണോ? വാ ചുമ്മാ വാ. അതല്ല കൊച്ചു പറഞ്ഞേ, ഏറ്റവും ശുദ്ധമായ തെളിമയുള്ള വെള്ളത്തിലേക്ക് ഇങ്ങനെയൊക്കെ പോയിട്ട് ഞങ്ങളല്ലേ പോകുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഓ പിന്നെ നോണ കേട്ടോ, പണ്ടങ്ങാണ്ട് കുഞ്ഞിലെ 6 വയസ്സുള്ളപ്പോ അങ്ങാണ്ട് അച്ഛമ്മ കൊണ്ടുവന്ന് കുളിപ്പിച്ചതാ. ആ ഓർമ്മയിൽ ഇപ്പോഴും ജീവിക്കുക. പാവം. പുഷ്പം വരുവാണോ കുളിക്കാൻ? ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് കുളിക്കാൻ വന്നിരിക്കുകയാണ്. കുറെ നാൾ കൂടി ഞങ്ങൾ എല്ലാവരും, അതെ, ഇന്നൊരു കുളിസീനാണ് കാണാൻ വന്നത്. ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് പൂളാണ്. ഇതിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പെരിങ്ങളത്ത് വന്നിട്ട്, കുട്ടൻചേട്ടാ ഇത് കറക്റ്റ് പെരിങ്ങളാണോ? ആണോ അച്ഛേ? പെരിങ്ങളാണോ ഏട്ടാ? ആ കറക്റ്റ് പെരിങ്ങളതാണ്. ഞങ്ങളിപ്പോ ഈ മീനച്ചിലാറല്ലേ ഇത്? മീനച്ചിലാറിന്റെ ഒരു ഭാഗമാണിത്. ഇതങ്ങനെ എനിക്കൊന്ന് അധികം ആർക്കും അറിഞ്ഞുവിടുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചേരായിട്ടേ ഉള്ളൂ. ഞാൻ ഇന്ന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. കാലൊക്കെ ഇട്ട് കുറച്ച് മുറിച്ചിരി തണുപ്പ് പോകും. അന്നേരം അങ്ങ് ചാടാൻ നമുക്ക്. ആണ്ടെ അച്ഛനെ കൊണ്ടുവന്നുണ്ടോ? നോക്ക്